ഓഹരിയുടെ കൈമാറ്റം സുഗമമാക്കുന്നതിനായി ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുക, റീറ്റെയിൽ നിക്ഷേപകർക്ക് കൂടി താങ്ങാനാകുന്ന വിധം ഓഹരിയുടെ വിപണിയിൽ താഴ്ത്തിക്കൊണ്ടുവരിക, കമ്പനിയുടെ ഭാവി വളർച്ചയിലുള്ള ആത്മവിശ്വാസം പ്രകടമാക്കുക, വിപണിയിൽ പോസിറ്റീവ് കാഴ്ചപ്പാട് സൃഷ്ടിക്കുക, ഇതിലൂടെയൊക്കെ കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കുക, അങ്ങനെ ഓഹരി ഉടമകളുടെ അടിത്തറ വിശാലമാക്കുക എന്നിങ്ങനെ വിവിധ കാരണങ്ങളാൽ കോർപ്പറേറ്റ് കമ്പനികൾ അവയുടെ ഓഹരി വിഭജനം അഥവാ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപ്പാക്കാറുണ്ട്. ഓഹരിയുടെ ഫേസ് വാല്യൂ അഥവാ മുഖവില നിശ്ചിത അനുപാതത്തിൽ താഴ്ത്തുന്ന നടപടിയാണിത്. ഫേസ് വാല്യൂ താഴ്ത്തുന്നതിനനുസൃതമായി ഓഹരിയുടെ വിപണി വില താഴുമെങ്കിലും അതേ അനുപാതത്തിൽ ഓഹരിയുടെ മൊത്തം എണ്ണവും വർദ്ധിക്കുന്നു. അതായത് ഓഹരിയുടെ മൊത്തം വിപണി മൂല്യത്തിന് ആദ്യഘട്ടത്തിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ലെന്ന് സാരം. എന്നാൽ ഓഹരിയുടെ വില താഴുന്നതിനാൽ വിപണിയിൽ ഡിമാൻഡ് സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ ക്രമേണ ഓഹരിയുടെ വില ഉയരാം. അതേസമയം സെപ്റ്റംബർ 30 മുതൽ ഒക്ടോബർ 4 വരെയുള്ള പുതിയ വ്യാപാര ആഴ്ചയിൽ ഓഹരി വിഭജനം നടത്താൻ ഒരുങ്ങുന്ന 3 സ്മോൾ ക്യാപ്പ് ഓഹരിയുടെ വിശദാംശങ്ങൾ നോക്കാം. പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് നിർമ്മാണത്തിലായിരുന്നു കമ്പനിയുടെ ആദ്യകാല പ്രവർത്തന മേഖലയെങ്കിലും ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലാണ് ഇൻ്റഗ്രേറ്റഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. രാജസ്ഥാനിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബിസ്ക്കറ്റ് മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഏറ്റെടുത്തുകൊണ്ടാണ് ബിസിനസ് രംഗം മാറ്റിപ്പിടിച്ചത്. റിച്ച് ലൈറ്റ്, ഫൺ ട്രീറ്റ്, കാൻബറ എന്നീ ബ്രാൻഡുകളിലാണ് കമ്പനിയുടെ ബിസ്ക്കറ്റുകളും വിവിധതരം ബേക്കറി ഉൽപ്പന്നങ്ങളും ഉത്തരേന്ത്യൻ വിപണിയിൽ എത്തിക്കുന്നത്. നിലവിൽ 870 കോടിയാണ് ഇൻ്റഗ്രേറ്റഡ് ഇൻഡസ്ട്രീസിന്റെ വിപണി മൂല്യം. പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ കൈവശം 52%, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ പക്കൽ 6% വീതവും ഓഹരി വീതം സ്വന്തമായുണ്ട്. അതേസമയം 10:1 അനുപാതത്തിൽ ഓഹരി വിഭജനം നടത്തുമെന്ന് ഇൻ്റഗ്രേറ്റഡ് ഇൻഡസ്ട്രീസ് നേരത്തെ അറിയിച്ചിരുന്നു. ഇതേ പ്രകാരം നിലവിൽ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ഇൻഡസ്ട്രീസ് ഓഹരി 1 രൂപ ഫേസ് വാല്യൂ ഉള്ള 10 ഓഹരികളായി മാറ്റപ്പെടും. ഇതിനായുള്ള എക്സ് സ്പ്ലിറ്റ് തീയതിയും റെക്കോർഡ് തീയതിയുമായി ഒക്ടോബർ 1 നിശ്ചയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 422 രൂപയിലായിരുന്നു ഈ മൈക്രോ ക്യാപ്പ് ഓഹരിയുടെ ക്ലോസിംഗ്. കഴിഞ്ഞ ഒരു വർഷക്കാലയളവിൽ നിക്ഷേപകർക്ക് 155% നേട്ടമാണ് ഇൻ്റഗ്രേറ്റഡ് ഇൻഡസ്ട്രീസിൽ നിന്നും സമ്മാനിച്ചിട്ടുള്ളത്. വിവിധതരം സ്റ്റീൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലും ഊർജ്ജോൽപാദനത്തിലും ശ്രദ്ധയൊന്നിരിക്കുന്ന സ്മോൾ ക്യാപ്പ് കമ്പനിയാണ് ഗോദാവരി പവർ ആൻഡ് ഇസ്പാറ്റ് ലിമിറ്റഡ്. ഇതിനു പുറമെ ഇരുമ്പയിര് ഖനനത്തിലും നിർമ്മാണ മേഖലയിലേക്ക് ആവശ്യമായ HP വയറുകളും കമ്പനി നിർമ്മിക്കുന്നുണ്ട്. 1999 കമ്പനിയുടെ തുടക്കം. നേരത്തെ ഇസ്പാറ്റ് ഗോദാവരി ലിമിറ്റഡ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. നിലവിൽ 16,350 കോടി രൂപയാണ് ഗോദാവരി പവർ ആൻഡ് ഇസ്പാറ്റിന്റെ വിപണി മൂല്യം. പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ പക്കൽ 63%-ത്തിലധികവും, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ കൈവശം 7.5%, ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ കൈവശം 2% വീതവും ഓഹരി വീതം സ്വന്തമായുണ്ട്. നിക്ഷേപകർക്ക് എല്ലാ വർഷവും മുടക്കമില്ലാതെ ലാഭവിഹിതം കൈമാറുന്ന ഓഹരിയുമാണിത്. അതേസമയം 5:1 അനുപാതത്തിൽ ഓഹരി വിഭജനം നടത്തുമെന്നായിരുന്നു ഗോദാവരി പവർ ആൻഡ് ഇസ്പാറ്റിന്റെ നേരത്തെയുള്ള പ്രഖ്യാപനം. ഇതനുസരിച്ച് നിലവിൽ 5 രൂപ മുഖവിലുള്ള ഒരു ഗോദാവരി പവർ ആൻഡ് ഇസ്പാറ്റ് ഓഹരി 1 രൂപ മുഖവിലുള്ള 5 ഓഹരികളായി മാറ്റപ്പെടുമെന്ന് ചുരുക്കം. ഇതിന്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് സ്പ്ലിറ്റ് തീയതിയുമായി ഒക്ടോബർ 4 നിശ്ചയിച്ചു. കഴിഞ്ഞ ആഴ്ച 1056 രൂപയിലായിരുന്നു ഈ സ്മോൾ ക്യാപ്പ് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഗോദാവരി പവർ ആൻഡ് ഇസ്പാറ്റ് ഓഹരിയിൽ 72% നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗുജറാത്തിൽ അഹമ്മദാബാദ് കേന്ദ്രമാക്കി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന നാനോ ക്യാപ്പ് കമ്പനിയാണ് റിയൽ എക്കോ എനർജി ലിമിറ്റഡ്. 88 കോടിയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം. പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ കൈവശം 25% ഓഹരി വീതവും ബാക്കിയുള്ള 75% റീറ്റെയിൽ നിക്ഷേപകരുടെ പക്കലുമാണുള്ളത്. കമ്പനിയുടെ അടിസ്ഥാനപരവും സാമ്പത്തികവുമായ ഘടകങ്ങൾ ആരോഗ്യകരമായ നിലവാരത്തിലല്ല രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും ശ്രദ്ധിക്കുക. അതേസമയം 10:2 അനുപാതത്തിൽ ഓഹരി വിഭജനം നടത്തുമെന്ന് റിയൽ എക്കോ എനർജി അറിയിച്ചിട്ടുള്ളത്. ഇത് പ്രകാരം 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു റിയൽ എക്കോ എനർജി ഓഹരി 2 രൂപ ഫേസ് വാല്യൂ ഉള്ള 5 ഓഹരികളായി മാറ്റപ്പെടുമെന്ന് സാരം. ഇതിനായുള്ള എക്സ്പെക്ട് തീയതിയും റെക്കോർഡ് തീയതിയും ഒക്ടോബർ 4 ആകുന്നു. കഴിഞ്ഞ ആഴ്ച 44 രൂപ നിലവാരത്തിലായിരുന്നു ഈ നാനോ ക്യാപ്പ് ഓഹരിയുടെ ക്ലോസിംഗ്. കഴിഞ്ഞ ഒരു വർഷക്കാലയളവിൽ റിയൽ എക്കോ എനർജി ഓഹരിയിൽ നിന്നും നിക്ഷേപകർക്ക് 74% നേട്ടമാണ് ലഭിച്ചിട്ടുള്ളത്. മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യാർത്ഥം പങ്കുവച്ചാണ്. ഇത് നിക്ഷേപത്തിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല. ഓഹരിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തുകയോ SEBI അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ET മലയാളം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.